കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം എല്ലാ വിഷയങ്ങളുടെയും എല്ലാ വശങ്ങളും വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇത് ബൈബിള് കോപ്പി അടിച്ചതാണോ അല്ലേ എന്നുള്ള വിഷയമാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവും. അതുപോലെ നമ്മുടെ MM അക്ബർ സാഹിബും തമ്മിലുള്ള ഒരു ചർച്ചയുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമല്ലോ. ഈ പറയുന്ന അക്ബർ പറയുന്ന ഈ ഖുറാനകത്തും ഹദീസുകൾക്കകത്തും പറയുന്ന പല കാര്യങ്ങളും ഇന്ന് കാണുന്ന തോറയിലില്ല. അതുകൊണ്ട് തോറനെ വിശ്വസിക്കാൻ പറ്റും. ഇനി ഈ പറയുന്ന അക്ബർ പറയുന്ന ഈ ഖുറാനകത്തും ഹദീസുകൾക്കകത്തും പറയുന്ന പല കാര്യങ്ങളും ഇന്ന് കാണുന്ന തോറയിലില്ല. അതുകൊണ്ട് തോറനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ? എന്റെ പൊന്ന അക്ബറെ, മുഹമ്മദ് മരിച്ചതിന് ശേഷമാണ് ഖുറാൻ ക്രോഡീകരിച്ചത്. ആരിൽ നിന്ന്? പലരുടെ ഓർമ്മയിൽ നിന്ന്. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ ഖുർആൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥം നബി കണ്ടിട്ടേയില്ല. മുഹമ്മദ് നബി മരിച്ച്, അബൂബക്കർ മരിച്ച്, ഉമറു മരിച്ച്, ഉസ്മാൻ മരിച്ച്, അലി മരിച്ച്, അതിനുശേഷമാണ് ഇത് ഗ്രന്ഥരൂപത്തിൽ വരുന്നത്. ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഇത് ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോലും തുടങ്ങിയത്. ആ സമയത്ത് ഇവർ ലിഖിതങ്ങളാക്കി മരത്തിന്റെ തോലിലും കല്ലിലും മണ്ണിലുമൊക്കെ എഴുതിയിടുക ചെയ്തു. തന്നെയുമല്ല അതിന് വള്ളിയും പുള്ളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ പ്രബല പ്രമാണിയായിട്ടുള്ള ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹത്തിന്റെ ചെറുകുട്ടിയായ അബൂ സുഫിയാന്റെയും മകൻ, അദ്ദേഹത്തിന്റെയും ചെറുകുട്ടിയായിട്ടുള്ള ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന അക്രമകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് ഖുർആനിന് വള്ളിയും പുള്ളിയും ഹർക്കത്ത് എന്ന് അതിന് പറയുക. ചലനങ്ങൾ, വള്ളി പുള്ളികൾ ഇട്ടത് തന്നെ. പിന്നെ എങ്ങനെയാ ഇത് നിങ്ങൾ അംഗീകരിക്കുക? ഈ ഗ്രന്ഥം നബി കണ്ടിട്ടുണ്ടോ? എന്നാലല്ലേ ഇത് നബിക്ക് അവതരിപ്പിച്ചതാണ്, നബി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറയൂ. യമാമ, ജമല് പോലെയുള്ള, സിഫീൻ പോലെയുള്ള യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപാഠമാക്കിയ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇവര് പരസ്പരം കൂടിയാലോചിക്കുവാണ്. എന്ത് ചെയ്യാം, ഇവരൊക്കെ ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ വലിയ ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് ചെണ്ട കൊട്ടി വിളംബരം നടത്തുവാണ്. ഖുർആൻ അറിയുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ദാ കൊട്ടാരത്തിലേക്ക് വരണം, ഉസ്മാന്റെ കൊട്ടാരത്തിലേക്ക്. നബി പറഞ്ഞ് കേട്ടവർ. ഞാൻ പറയട്ടെ, നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരില്ലേ? നമ്മളിപ്പോൾ ഒരു കഥ എഴുതുന്നു, കവിത എഴുതുന്നു, നോവൽ എഴുതുന്നു, കത്തെഴുതുന്നു, അല്ലെങ്കിൽ ഒരു കോട്ടിങ്സ് എഴുതുന്നു. എന്തെഴുതിയാലും കുറച്ച് കഴിഞ്ഞത് മാറ്റി എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ തന്നെ വരില്ലേ? പരിഷ്കരിപ്പിക്കില്ലേ നമ്മൾ? അത്ര തന്നെ ഉള്ളൂ അതും. അപ്പൊ കേട്ടു, മറക്കാമല്ലോ. ഖുർആൻ ബൈഹാർട്ട് ചെയ്ത് എത്ര പേരുണ്ട്? ഞാനൊക്കെ ബൈഹാർട്ട് ചെയ്തതാണ്, പക്ഷെ മറന്നുപോയി. അതങ്ങനെയാ, പെട്ടെന്ന് മറക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അത് മറക്കില്ല. എൻ്റെ ഉമ്മച്ചിക്കാണെങ്കിൽ നല്ല ഓർമ്മശക്തിയാണ്. ഖുർആൻ ഏതാണ്ട് ഒരു 1/2 ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട്. അതിപ്പോഴും അറിയാം. കേട്ട് പഠിച്ചത് കൊണ്ട് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുണ്ട്, പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, എന്നാലും അറിയാം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ പഠിച്ച ഖുർആൻ കാണാതെ പഠിച്ച ആളുകളൊക്കെ വരാൻ പറഞ്ഞു. 23 വർഷം കൊണ്ട് നബിക്ക് ഇറങ്ങിയ സാധനമാണ്. നബിക്ക് പോലും കാണാതെ പഠിക്കാൻ പറ്റിയിട്ടില്ല. നബിയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറായിരുന്നു പതിവ് എന്നൊക്കെയാണ് ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ഖുർആൻ കാണാപ്പാടം പഠിച്ചവരെയൊക്കെ വിളിച്ചാൽ നീ അത് കേട്ടോ, അതങ്ങ് എഴുത്, നീ അത് കേട്ടോ, നീ അങ്ങ് എഴുത, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് പറയാനേ അറിയത്തുള്ളൂ. ശരി എന്നാ സെയ്ത് എങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കേ. സെയ്ത് പിന്നെ സാബിത്ത്, ശരി എഴുത്. ഇവൻ പറഞ്ഞത് എഴുതിക്കോ, അവൻ പറഞ്ഞത് എഴുതിക്കോ, മറ്റവര് പറഞ്ഞത് എഴുതിക്കോ, ഇവര് പറഞ്ഞത് എഴുതിക്കോ, അല്ല അവര് പറഞ്ഞത് എഴുതിക്കോ. എടാ ഇനി ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോടാ നബി പറഞ്ഞത്? കേട്ടിട്ടുള്ളവരെല്ലാം വായോ വായോ വാ. ഇങ്ങനെയാണ് ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലായത്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോക്കെ ഖുർആൻ ക്രോഡീകരണം ഇന്ന് ആരോടും ചോദിക്കണം. നെറ്റിൽ തന്നെ ഇപ്പതാണ്ട ചാറ്റ്, പിന്നെ ഓൺലൈൻ വഴി നമുക്ക് എന്തെല്ലാം രൂപത്തിൽ ഖുർആനിനെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ കുറെയൊക്കെ എല്ലിന്നും പല്ലിന്നൊക്കെ കിട്ടി. അപ്പൊ പ്രധാനമായിട്ടും പലതും ഖുറാക്കളുടെ ഓർമ്മയിൽ നിന്നായിരുന്നു. മുഹമ്മദിന് പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു. പിന്നെയാണ് മുഹമ്മദിന്റെ ശിഷ്യന്മാർക്ക്. മുഹമ്മദിന് പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു. ഓർമ്മയില്ലെന്നു മാത്രമല്ല, എഴുത്തും വായനയും അറിയാത്ത മമ്മദണ്ണൻ ഇത് തന്നെയാണ് കേട്ടത്, ഇത് തന്നെയാണ് ഇവിടെ മൊഴിഞ്ഞത്, ഇത് തന്നെയാണ് അയാൾ എഴുതിയത് എന്ന് 23 വർഷം കൊണ്ട് ഇറങ്ങിയ സാധനം ഒരുമിച്ച് ഈ കക്ഷിക്ക് ഓർമ്മയുണ്ടാകുമോ? എഴുത്തുകാരനെ എങ്ങനെയാ വിശ്വസിക്കുക? അതുകൊണ്ട് ഇത് അടിമുടി വിശ്വാസയോഗ്യമല്ല.
ആണോ മുഹമ്മദിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ശിഷ്യന്മാർക്ക് ഖുറാൻ ഓർമ്മയുണ്ടാവുന്നത്? പിന്നെയാണോ സയ്യിദ് ബിൻ സാബിത്തിന്, മുഹമ്മദ് ഖുറാൻ തുടങ്ങുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സയ്യിദ് ബിൻ സാബിത്തിന് ഖുറാൻ ഓർമ്മയുണ്ടാവുന്നത്? സൂറ തലകിറങ്ങുമ്പോൾ സയ്യിദ് ബിൻ സാബിത്ത് ജനിച്ചിട്ട് പോലുമില്ല. ആ സയ്യിദ് ബിൻ സാബിത്താണ് ഖുറാൻ ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഈ ഖുറാൻ ക്രോഡീകരിച്ച സയ്യിദ് ബിൻ സാബിത്താണ് ഖുർആൻ എഴുതുന്നത്. ക്രോഡീകരിച്ചത് ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ശില്പികളാ. അപ്പൊ ഈ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ വന്നിരിക്കുമ്പോ ഇവർക്ക് ഇത് നബി പറഞ്ഞു കേട്ടത് എനിക്ക് ഇങ്ങനെ തന്നെ ഓർമ്മയുണ്ട്. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് സെയ്ദ് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പൈതലാണ്. ഇത് എങ്ങനെ ശരിയാകുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ജനിക്കുന്നതിന് മുന്നേ പോലും സൂറകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഖുറാൻ ഉണ്ടാക്കിയ മുഹമ്മദിന് പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. അപ്പൊ പിന്നെ സയ്യിദ് ബിൻ സാബിത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് വെട്ടിക്കൂട്ടിയെടുത്ത സാധനമായ ഈ ഖുറാൻ എന്ത് ഒറിജിനാലിറ്റി നിങ്ങൾ അവകാശപ്പെടുന്നത്? സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ 6 ഹദീസ് നമ്പർ 265 ആയിഷ നിവേദനമായിട്ടുള്ള ഹദീസ് ഉണ്ട്, തള്ളാൻ പറ്റില്ല. സഹീഹ. അതെ. ആയിഷ റിപ്പോർട്ടഡ് ദാറ്റ് ദി മെസഞ്ചർ ഓഫ് അല്ലാഹ് ഹേർഡ് എ പേഴ്സൺ റെസൈറ്റിംഗ് ഖുറാൻ അറ്റ് നൈറ്റ്. ആയിഷ പ്രകാരം പറയുന്നു, മുഹമ്മദ് ഒരു ദിവസം രാത്രി ഒരാള് ഖുറാൻ പാരായണം ചെയ്യുന്നത് കേട്ടു. കേട്ടപ്പോൾ മുഹമ്മദ് ഇപ്രകാരം അരുളി ചെയ്തു, അള്ളാഹു അവനോട് കരുണ കാണിക്കുമാറാകട്ടെ, അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു ഇന്ന സൂറയിൽ ഇന്ന ആയത്തിൽ ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇങ്ങനെ ഉരുവിട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. മുഹമ്മദിന് പോലും ആട് തിന്നതും ഉസ്മാനും അബൂബക്കറും ഉമറും ഒക്കെ ചേർന്ന് കത്തിച്ച് കളഞ്ഞതിന്റെയും ബാക്കിയല്ലേ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ അല്ലേ? ആടിനുണ്ടായ യുക്തി പോലും ആടിനെ പടച്ചവനില്ലാതെ പോയി. അറബി അറിയുന്ന ആട്, അറേബ്യയിലെ അറബി എഴുതാനും വായിക്കാനും അറിയുന്ന ആട് മമ്മദണ്ണനേക്കാൾ മഹോന്നതനാണ്. മമ്മദണ്ണൻ എഴുത്തറിയില്ലല്ലോ, അറിയാമോ? ഉമ്മീന ബഅസഫിൽ ഉമ്മീന റസൂലൻ മിൻകും, നിങ്ങളിൽ നിന്നും അക്ഷരജ്ഞാനമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരാളെ ഞാൻ നബിയായിട്ട് തെരഞ്ഞെടുത്തു എന്ന് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അക്ഷരജ്ഞാനമുള്ള കൃത്യമായിട്ട് യുക്തിഭദ്രവുമുണ്ട് കേട്ടോ ആട് വരുന്നു. ആയിഷയുടെ തലയണ പൊക്കി നോക്കുന്നു, ഖുർആൻ എടുത്തു വായിച്ചു നോക്കി. ചേട്ടാ ഇത് മുലകുടിയെ സംബന്ധിച്ചിട്ടുള്ള ആയത്താണല്ലോ. വായിലിട്ടു, ചവച്ചു. അടുത്തതെടുത്തു, ചേട്ടാ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലുന്ന ആയത്താണല്ലോ, ഇതും വേണ്ട ബല, അതും ചവച്ചു തിന്നു. മമ്മദണ്ണനെക്കാട്ടിൽ എത്രയോ മഹത്തരമാണ് ആ കാലഘട്ടത്തിൽ ആയിഷ വളർത്തിയ ആട്. മറന്നു പോവുക. വേറെ ആരാണ്ടൊക്കെ ഉരുവിട്ടപ്പോ അത് ഖുറാനകത്തുള്ളതെന്ന് മുഹമ്മദ് ഓർത്തു എന്നാ പറയാ. തമ്പുരാൻ അല്ല, നബി മറന്നിരുന്നത് നബിയുടെ അനുചരന്മാരിങ്ങനെ ഓതിയപ്പോൾ നബിക്ക് ഓർമ്മയായി, ഇതല്ലേ എനിക്കന്ന് ജിബ്രീൽ കൊണ്ടുവന്ന് തന്നത്. വേറൊരുത്തൻ ഓതുമ്പോഴായിരിക്കും നബി ഇത് ഓർക്കുക. ഇതിന് എന്ത് ജെന്യൂനിറ്റിയാണുള്ളത്? അവൻ പറയുമ്പോൾ അതുണ്ടായിരുന്നു, ഇവൻ പറയുമ്പോൾ ആടാ ഇതും ഉണ്ടായിരുന്നു, മറ്റവര് പറയുമ്പോൾ ആടാ അത് എഴുതിക്കോ, ഇതെല്ലാം ഉണ്ട് ബല. ഇങ്ങനെയാണോ ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായി അള്ളാഹു ഇറക്കുന്ന ഒരു ഗ്രന്ഥം ഇങ്ങനെയാകാൻ പാടുണ്ടോ? വല്ല കഥകളും ചൊല്ലിയായിരിക്കും അതിപ്പോ ഖുറാനാണെന്ന് മുഹമ്മദ് പറഞ്ഞതാവാനും മതി. എന്തോ ആയിക്കൊള്ളട്ടെ, മുഹമ്മദിന് ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു. നട്ടപ്പാതിരെ കാരാണ്ടും വിളിച്ചു പോയപ്പോ അത് കേട്ടപ്പോഴാണ് മുഹമ്മദ് ഇത്രയും ഉഡായിപ്പുകളും സത്യസന്ധതയുമില്ലാത്ത വാലാക്കോല ചില പിള്ളാര് കളിപ്പാട്ടങ്ങൾ വാരി 4 വഴിക്കും ഇടുന്നത് പോലെ, ചിലർ എന്തെങ്കിലും തുണി തപ്പുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അലമാരക്കകത്തുള്ളത് മൊത്തം വലിച്ച് താഴെ ഇടുന്നത് പോലെ, ഒരു വാലും തുമ്പും ഇല്ലാതെ വാരിക്കോരി ഇട്ടിരിക്കുന്ന ഒരു പുസ്തകം വെച്ചിട്ട് വേറൊരു പുസ്തകത്തെ വിമർശിക്കാൻ വന്നിരിക്കുക ഇവരെ. ഞങ്ങളുടെ പുസ്തകം എന്തോ വലിയ മുന്തിയതാണ്, നിങ്ങളുടെ പുസ്തകം കൊള്ളത്തില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറയും. എന്റെ പെൻസിൽ മുന്തിയതാ, നിന്റെ പെൻസിൽ കൊള്ളത്തില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഉളുപ്പാകുന്നില്ല ഈ കാലഘട്ടത്തിലും ഇതിനിങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പോലും പലതും ഓർമ്മ വന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദിന്റെ സ്വന്തം ഭാര്യ ആയിഷ പറഞ്ഞായിട്ട് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്. ബുക്ക് നമ്പർ 6 ഹദീസ് നമ്പർ 265. അപ്പൊ മുഹമ്മദിന് പോലും ഓർമ്മയില്ലാത്ത ഖുർആൻ എങ്ങനെയാണ് സയ്യിദ് ബിൻ സാബിത്ത് മുഹമ്മദ് മരിച്ച് വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി? പ്രവാചകനേക്കാൾ വലിയ ഖുറാക്കളൊന്നും ജീവിച്ചിരിപ്പില്ലായിരുന്നല്ലോ. പിന്നെ എന്ത് ലോജിക്ക് വെച്ചാൽ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന സയ്യിദ് ബിൻ സാബിത്ത് ഖുർആൻ ക്രോഡീകരിച്ചു, അതാണ് ഇന്നിരിക്കുന്ന ഖുർആൻ. അപ്പൊ അതിന് എന്ത് വാലിഡിറ്റി ആണുള്ളത്? ഇനി മുഹമ്മദ് മരിച്ചതിന് ശേഷം ആരോ റദ്ദാക്കിയ ആയത്ത് കാണാനില്ലെന്ന് ഖുർആനകത്ത്. മുഹമ്മദ് മരിച്ചതിന് ശേഷം ആര് റദ്ദാക്കി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സുനാൻ ഇബ്നു മാജയിലെ ബുക്ക് നമ്പർ 9 ഹദീസ് നമ്പർ 100 നരേറ്റഡ് ബൈ ആയിഷ നിവേദനം, വലിയ പുരുഷന്മാർക്ക് 10 പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്തും കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്തും ഖുർആനകത്തുണ്ടായിരുന്നു. ആ എഴുതിയ സംഭവം എന്റെ പില്ലോട് എന്റെ തലയുടെ അടിയിലായിരുന്നു. മുഹമ്മദ് മരിച്ചപ്പോ ഞങ്ങൾ അതുമായിട്ട് തിരക്കിലായിപ്പോയി. അപ്പൊ ഒരാട് വന്ന് അത് തിന്നു കളഞ്ഞു.
സഹീഹ് ഇബ്നു മാജ, സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 9 ഹദീസ് നമ്പർ 100. ഹസൻ സഹിയായ ഹദീസാണ്. അതായത് ഹദീസ് വിശ്വാസയോഗ്യമാണ്. താഴെ എന്നിട്ട് കൊട്ടേഷൻ എഴുതിയ കാര്യം ഈ ആയത്തിന് ഖുർആനകത്തിൽ ഈ 10 പ്രാവശ്യം വലിയ പുരുഷന്മാർക്ക് മുല കൊടുക്കാനുള്ള ആയത്തും അതുപോലെ തന്നെ ഈ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്തും ഇന്ന് ഖുർആനകത്തില്ല. എങ്ങോ പോയി ആടിന്റെ വയറ്റിൽ പോയി ആട്ടിൻകാട്ടമായിട്ട് എങ്ങോ പോയി. അതല്ലേ സംഭവിച്ചത്. എന്നിട്ട് താഴെ ഇന്ന് ഖുർആനകത്ത് അതില്ലല്ലോ. ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ഈ മുലകുടി വചനത്തെ സംബന്ധിക്കുന്ന വചനമില്ല. പ്രവാചകൻ ഓതിക്കൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന ഖുർആൻ വചനം പ്രവാചകൻ മരണശേഷം ഖുർആനിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഖുർആനിൽ പിന്നെ എന്ത് ഓതന്റിസിറ്റിയാണ് നിങ്ങൾ ആരോപിക്കുന്നത്? എന്ത് ജെന്യൂനിറ്റിയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇത് വിശുദ്ധ ഗ്രന്ഥമാണെന്നും ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമാണെന്നും പറയുമ്പോൾ എന്താണ് ഇതിനകത്തൊരു വിശ്വാസയോഗ്യത? ഇതൊക്കെ നമ്മൾ